ാണ് ഭവ്യ പാർവതി തുടരുന്നുണ്ട്. ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമ്മ വേഷം ചെയ്യാൻ പറ്റുന്ന പ്രായം, അതിലേക്ക് ഓരോ അഭിനേതാക്കളും എത്തുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയ വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ. ഇത്രത്തോളം തന്മയത്വത്തോടുകൂടി ആ ഒരു വേഷങ്ങളൊക്കെ പകർന്നാടാൻ മറ്റാർക്കെങ്കിലും മലയാള സിനിമയിൽ കഴിഞ്ഞിരുന്നോ എന്ന് പോലും നമ്മളെ സംശയം തോന്നിപ്പിച്ചിരുന്നു. അതായത് ആ ഒരു വാത്സല്യം തുളുമ്പുന്ന ഒരു അമ്മയുടെ കഥാപാത്രമായി കവിയൂർ പൊന്നമ്മയെ പോലെ അവതരിപ്പിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല, അല്ലേ? തീർച്ചയായും ഭാര്യ, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾക്കെപ്പോഴും ഏതൊരാളും കവിയൂർ പൊന്നമ്മ എന്ന നടിയുടെ മുഖം ഓർക്കുമ്പോൾ ആ ഒരു ഐശ്വര്യമുള്ള മുഖം, അല്ലെങ്കിൽ ചുവന്ന പൊട്ട്, ഒരു വലിയ പൊട്ട് തൊട്ടൊരമ്മ, എപ്പോഴും മലയാളിക്ക് എന്നും അമ്മയായി ഓർക്കാവുന്ന ഒരമ്മയാണ് മലയാളത്തിന് നഷ്ടപ്പെട്ടതെന്ന് പറയണം. തൻ്റെ 20-ാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും ഒക്കെ അമ്മയായി വേഷമിട്ടുകൊണ്ട് മലയാള സിനിമയിൽ അമ്മ വേഷത്തിന് അരങ്ങേറ്റം കുറിച്ചൊരു നടിയാണ് എന്ന് പറയാം. കാരണം അത്രമാത്രം നടൻ മധുവിൻ്റെയും സത്യൻ്റെയും ഒക്കെ അമ്മയായി അഭിനയിക്കുക എന്ന് പറയാം. അതും തൻ്റെ 20-ാമത്തെ വയസ്സിലാണ് അവർ അമ്മ വേഷം അഭിനയിച്ചു തുടങ്ങിയത്. അത്ഭുതപ്പെടുത്തിയ പ്രകടനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച മലയാള സിനിമയിലേക്ക് എത്തിയ ആളാണ് കവിയൂർ പൊന്നമ്മ. അഭിനയിച്ച കാലം അത്രയോളം തന്മയത്വത്തോടു കൂടിയുള്ള അമ്മവേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു അഭിനേത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി അവരെക്കുറിച്ച് പറയാം. ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയ കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിലാണ് നാടകത്തിലേക്ക് ചുവടുവെച്ചത്. 14-ാം വയസ്സിൽ നാടകത്തിലെത്തി. അവിടുന്ന് അങ്ങോട്ടാണ് കവിയൂർ പൊന്നമ്മ തൻ്റെ സിനിമാ ജീവിതവും ആരംഭിച്ചത്. പ്രധാനമായും തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു. നമുക്കറിയാം, അത്രമാത്രം പ്രശസ്തമായ മൂലധനത്തിൽ കൂടിയാണ് മലയാള സിനിമയിലേക്ക്, മലയാള നാടകത്തിലേക്ക് ആദ്യമായി പൊന്നമ്മ എത്തിയത്. ഈ മൂലധനമായിരുന്നു ആദ്യ നാടകം. പിന്നീട് കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് വെള്ളിത്തിരയിലേക്ക്, സിനിമയിലേക്ക് എത്തിയത് കവിയൂർ പൊന്നമ്മ. പിന്നീട് അങ്ങോട്ട് 1960-കൾ മുതൽ 2022 വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന കവിയൂർ പൊന്നമ്മ 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും 1971, 1972, 1973 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും, പിന്നീട് 1994 മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരവും കവിയൂർ പൊന്നമ്മ നേടിയിരുന്നു. ഏറ്റവും പ്രധാനമായി 400-ലേറെ ചിത്രങ്ങളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചത്. നമുക്കറിയാം, സ്ക്രീനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മ മകൻ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കോംബോ ആയിരുന്നു. അത്രമാത്രം ഹിറ്റായൊരു അമ്മ മകൻ കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനമായി ഈ കിരീടത്തിലും ചെങ്കോലിലുമൊക്കെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, അങ്ങനെ തുടങ്ങി മോഹൻലാലിൻ്റെ വ്യത്യസ്ത വേഷങ്ങളിൽ അമ്മയായി എത്തിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു. എപ്പോഴും മോഹൻലാലിനൊപ്പം നമ്മളൊക്കെ മലയാളികൾ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു അമ്മയുണ്ടെങ്കിൽ അത് കവിയൂർ പൊന്നമ്മയാണ് എന്ന തരത്തിലേക്ക് പോലും മലയാളികളുടെ മനസ്സിൽ അത്രമാത്രം ചിരപ്രതിഷ്ഠ നേടിയ ഒരു അമ്മ മകൻ കോംബോയായിരുന്നു മോഹൻലാലിൻ്റെയും കവിയൂർ പൊന്നമ്മയുടേതും എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മലയാളത്തിൽ ഒരു കാലഘട്ടത്തിന് ശേഷം നിത്യജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കളിയായും കാര്യമായൊക്കെ ഉപയോഗിക്കുന്ന, നമ്മളൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: ഉണ്ണി വന്നു. ആ ചോദ്യത്തിന് മുഖമായതും കവിയൂർ പൊന്നമ്മയാണ്. അത്രമാത്രം ആ ഒരു ഡയലോഗ്, ഉണ്ണി വന്നു എന്നുള്ള ആ ഒരു ഡയലോഗ് പോലും നമ്മളുടെയൊക്കെ മനസ്സിൽ എത്തിച്ചതിന് കാരണം കവിയൂർ പൊന്നമ്മയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അമ്മ വേഷങ്ങൾ ഇത്രത്തോളം തന്മയത്വത്തോടു കൂടി കാണിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, KPSC ലളിതയും സുകുമാരിയും ഒക്കെ അമ്മ വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊക്കെ അവരും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് പല ചിത്രങ്ങളിലും. പക്ഷേ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വാത്സല്യത്തോടെയുള്ള ഒരു അമ്മയുടെ പരിവേഷം, KPSC ലളിതയും സുകുമാരിയും അടക്കമുള്ള മറ്റു താരങ്ങളൊക്കെ അഭിനയിച്ച അമ്മ വേഷങ്ങളിൽ ഒരു പക്ഷേ നമുക്കറിയാം, കാർക്കശക്കാരിയായിട്ടുള്ള അമ്മ, ശാഠ്യം പിടിക്കുന്ന അമ്മ, ദേഷ്യപ്പെടുന്ന അമ്മയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ
കവിയൂർ പൊന്നമ്മയുടെ ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ ചിത്രങ്ങളിലും വളരെ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇപ്പോൾ ഭവ്യ ചോദിച്ചത് പോലെ തന്നെ ആ ഡയലോഗ് ഉണ്ടല്ലോ, ഉണ്ണി വന്നോ എന്ന് വളരെ നിസ്സഹായതയോടുകൂടി ശബ്ദം ഒരല്പം പോലും ഉയർത്താതെ വളരെ സൗമ്യതയോടുകൂടി മക്കളോട് പെരുമാറുന്ന, ചുറ്റുമുള്ള സഹജീവികളോടും സാഹചര്യങ്ങളോടും ഒക്കെ പെരുമാറുന്ന ഒരു കഥാപാത്രമായി മാത്രം, അത്രത്തോളം ഒരു സൗമ്യതയുടെ മുഖമായി മാത്രമേ നമ്മൾ കവിയൂർ പൊന്നമ്മയെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് കവിയൂർ പൊന്നമ്മ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പ്രത്യേകത. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആര്യ. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മൾക്കൊന്ന് ഒന്ന് പുഞ്ചിരിച്ചല്ലാതെയോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിച്ചല്ലാതെ ആ മുഖം കാണാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം മലയാളികളുടെ മനസ്സിൽ എന്നും ഒരമ്മ വേഷം പകർന്നാടിയ നടിയാണ് കവിയൂർ പൊന്നമ്മ എന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗമ്യതയുടെ ഒരു മുഖം എന്നും മലയാളി പറയുന്ന ഒരു അമ്മവേഷം അത് എപ്പോഴും ചെയ്തിരിക്കുന്നത് കവിയൂർ പൊന്നമ്മ തന്നെയാണ്. അക്കാര്യത്തിൽ എന്തായാലും തർക്കമില്ല. എന്തായാലും വലിയൊരു നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. മോഹൻലാലിനൊപ്പം എന്നതുപോലെ തന്നെ മമ്മൂട്ടിക്കൊപ്പവും അമ്മ വേഷങ്ങളിൽ എത്തിയിരുന്നു. പൊന്നമ്മയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ ഒന്നായിരുന്നു തനിയാവർത്തനത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച, എനിക്ക് തോന്നുന്നു ബാലൻ മാഷിന് വിഷമൊഴിച്ച് ചോറുരുട്ടി നൽകുന്ന ആ ഒരു രംഗമുണ്ടായിരുന്നു. അത് മലയാളികളെ സംബന്ധിച്ച് ആ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ ഒരു രംഗവും എന്നും മലയാളികളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ചോറുരുട്ടിയൊക്കെ നൽകുന്ന ആ ഒരു രംഗമൊക്കെ എന്നും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചൊരു രംഗമാണ്. അത്രമാത്രം ഈ ഒരു സ്ത്രീയാണോ ഇത് തന്നെ അഭിനയിക്കുന്നത്, ഈ ഒരു വനിതയാണോ ഇത് അഭിനയിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന വിധം അത്രമാത്രം മലയാളികളുടെ മനസ്സിലേക്ക് കയറിയ ഒരു രംഗമായിരുന്നു അത്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഹിസ് ഹൈനസ് അബ്ദുള്ളയൊക്കെ ആ സിനിമയിലെ ആ ഒരു ചിത്രഭ്രമം ബാധിച്ച ആ ഒരു തമ്പുരാട്ടി അമ്മ, ആ അമ്മയൊക്കെ ഒരു കാലത്തും മലയാളി ഉള്ളിടത്തോളം കാലം ആ സിനിമയിലെ കവിയൂർ പൊന്നമ്മയുടെ വേഷവുമൊക്കെ മലയാളികളുടെ മനസ്സിലുണ്ടാകും. അത്രമാത്രം ഓരോ സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിനിമയിൽ അമ്മവേഷം ചെയ്യുമ്പോഴും എന്നും മലയാളിയുടെ മനസ്സിൽ ആ ഒരു സീൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഓരോ രംഗവും അല്ലെങ്കിൽ ഓരോ സീനും കവിയൂർ പൊന്നമ്മ അഭിനയിച്ച് ജീവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ആണും പെണ്ണുമെന്ന ആന്തോളജിയിൽ ആഷിഖ് കപൂർ ഒരുക്കിയ റാണിയിൽ ഇതുവരെ കാണാത്തൊരു കവിയൂർ പൊന്നമ്മയായിരുന്നു മലയാളികൾ കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരം അമ്മ വേഷങ്ങളിൽ നിന്ന് മാറിയുള്ളൊരു പുതിയ കഥാപാത്രത്തെയാണ് നമ്മൾ അവിടെ ആഷിഖ് കപൂർ ഒരുക്കിയ ആ സിനിമയിൽ നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനമായി നിഗൂഢമായി പൊട്ടിച്ചിരിക്കുന്നൊരു കഥാപാത്രം, അങ്ങനെ വേണമെങ്കിൽ ആ സിനിമയിലെ കവിയൂർ പൊന്നമ്മയിലെ കഥാപാത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ കവിയൂർ പൊന്നമ്മയെ മലയാള സിനിമ അമ്മ വേഷങ്ങളിലേക്കായി ചുരുക്കരുതായിരുന്നു എന്ന് പോലും ഒരു പക്ഷേ ആഷിഖ് കപൂറിന്റെ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. കാരണം അത്രമാത്രം തനിക്ക് അമ്മവേഷം മാത്രമല്ല, അല്ലെങ്കിൽ സൗമ്യതയുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ തലോടുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മ മാത്രമല്ല, തനിക്ക് അതിലപ്പുറം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ഒരു പക്ഷേ പറയാതെ പറയുകയാണ് തൻ്റെ ആഷിഖ് കപൂറിന്റെ ആ സിനിമയിലൂടെ കഥാപാത്രത്തിലൂടെ കവിയൂർ പൊന്നമ്മ എന്ന്